Hello everyone. Plum cake ingredients നോക്കിയാലോ. Let's go. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് raisins mixed ആണ്, black and brown. Dates എല്ലാം ചെറുതാക്കി കട്ട് ചെയ്യണം. Tutti frutti, cashew nuts, almonds. Then 3 eggs. ഈ പൗഡർ എന്ന് പറയുന്നത് 8 ഏലക്ക, 8 ഗ്രാമ്പു, 3 പട്ട ആൻഡ് ജാതിക്ക പൊടിച്ചതാണ്. 1 കപ്പ് മൈദ, 1 കപ്പ് മുന്തിരി നമ്മുടെ ഗ്രേപ്പ് ജ്യൂസ്, ഓറഞ്ച് പീൽ പൗഡർ, ബേക്കിംഗ് പൗഡർ, വാനില എസൻസ്, മിക്സ്ഡ് ഫ്രൂട്ട് ജാം ആൻഡ് ഹണി. ഫസ്റ്റ് നമുക്ക് കാരമൽ ഉണ്ടാക്കാം. അതിനായിട്ട് 1/2 കപ്പ് ഷുഗർ ആഡ് ചെയ്യണം. അത് മെൽറ്റായിട്ട് ഒരു ബ്രൗൺ കളറായി വരുന്നത് വരെ നമ്മളത് ഇളക്കിക്കൊണ്ട് നിൽക്കണം. ഇപ്പോൾ വേണ്ട ഈ ഒരു കളറായാൽ നമുക്കിതിലോട്ട് വെള്ളം ആഡ് ചെയ്യാം. 1/2 കപ്പ് വാട്ടർ. വെള്ളം ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, മേത്താവാനുള്ള ചാൻസ് ഉണ്ട്. നല്ലോണം മിക്സ് ആക്കിയിട്ട് മാറ്റി വെക്കുക. അതിൽ നിന്ന് 1/4 കപ്പ് കാരമൽ മാറ്റി വെച്ചിട്ട് 1/4 കപ്പിലോട്ട് നമ്മൾ ഗ്രേപ്പ് ജ്യൂസും ഡ്രൈ ഫ്രൂട്ട്സും ആഡ് ചെയ്ത് കൊടുക്കുക. അത് നന്നായി മിക്സ് ചെയ്യുക. ഫ്ലെയിം ലോ ആക്കി വെക്കണം. എന്നിട്ട് അതിലോട്ട് 2 സ്പൂൺ മിക്സ്ഡ് ഫ്രൂട്ട് ജാം ആഡ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഹണി 1 ടേബിൾ സ്പൂൺ ആൻഡ് ഓറഞ്ച് പീൽ പൗഡർ. നെക്സ്റ്റ് പ്രോസസ്സ്, 1/2 കപ്പ് പൗഡർഡ് ഷുഗറും പിന്നെ 100 ഗ്രാം ബട്ടർ അല്ലെങ്കിൽ ഓയിൽ അതിലോട്ട് പൗഡർ മിക്സ് ചെയ്തിട്ട് വെക്കുക. അത് കഴിഞ്ഞ് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം 3 എഗ്സ് ആഡ് ചെയ്തിട്ട് ബീറ്റ് ചെയ്യുക. ഓരോന്നായിട്ട് വേണം എഗ്സ് ആഡ് ചെയ്യാൻ. അത് ബീറ്റ് ചെയ്തതിന് ശേഷം വാനില എസൻസും പിന്നെ നമ്മൾ ആദ്യം മാറ്റി വെച്ച കാരമലും ഒഴിച്ച് ബീറ്റ് ചെയ്ത് മാറ്റി വെക്കുക. ഇനി ഒരു ബൗളിലോട്ട് 1 കപ്പ് മൈദ, 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ ഉണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ഇടുക. എൻ്റെ അടുത്ത് ബേക്കിംഗ് സോഡ ഇല്ലാതെ കൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. പിന്നെ നമ്മൾ തയ്യാറാക്കിയ മിക്സ്, അത് പകുതി മിക്സ് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യണം. ഈ പൗഡേഴ്സൊക്കെ 3 വട്ടം അരിച്ചിട്ട് വേണം നമ്മൾ അരിപ്പയിലിട്ട് 3 വട്ടം അരിച്ചെടുത്തിട്ട് വേണം ബാറ്ററിലോട്ട് മിക്സ് ചെയ്യാൻ. ഇനി നമ്മുടെ ബാറ്ററിലോട്ട് കുറച്ച് പൗഡേഴ്സ് ആദ്യം കുറച്ച് പൗഡേഴ്സ് ആഡ് ചെയ്തിട്ട് വേണം മിക്സ് ആക്കാൻ. ഞാൻ ഇപ്പോൾ 3 തവണയായിട്ടാണ് പൗഡർ ഇട്ടേക്കുന്നത്. ഇനി ഇതിലോട്ട് നമ്മൾ കാരമൽ ചെയ്ത് വെച്ച ഡ്രൈ നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്യുക. ഞാൻ ഓവനിലല്ല നോൺ സ്റ്റിക്കിലാണ് ചെയ്യുന്നത്. നോൺ സ്റ്റിക്കിൽ ഒരു തട്ട് വെച്ചിട്ട് നമ്മൾ ബേക്കിംഗ് ട്രേയിലോട്ട് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ബാറ്റർ ഒഴിച്ചതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഡെക്കറേറ്റ് ചെയ്യുക. 1 ഹവറാണ് ഇതിൻ്റെ ബേക്കിംഗ് ടൈം. അപ്പോൾ അതേണ്ട നമ്മുടെ യമി ഡിലീഷ്യസ് റിച്ച് പ്ലം കേക്ക് റെഡിയായി. സൂപ്പർ ടേസ്റ്റായിരുന്നു. കഴിച്ചവരൊക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രൈ നട്ട്സ് ഒന്നും സോക്ക് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. നിങ്ങളെല്ലാവരും ക്രിസ്മസിന് ട്രൈ ചെയ്യണം.